പ്രധാനപ്പെട്ട വാർത്ത 2020 ലോകകപ്പിൽ ഇന്ന് ഫൈനൽ പോരാട്ടമാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി. രാത്രി 8 മണിക്കാണ് മത്സരം. എന്തായാലും ആ മത്സരത്തിന്റെ വിശദവിവരങ്ങൾ ഒപ്പം തത്സമയ വിശദാംശങ്ങളൊക്കെ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ സ്പോർട്സ് ഡെസ്കും സജീവമാണ്. എൽദോപ്പോൾ പുതുശ്ശേരിയുടെ നേതൃത്വത്തിലുള്ള സ്പോർട്സ് ഡെസ്ക് സജീവമാണ്. അത് പ്രേക്ഷകരിലേക്ക് ഓരോ മണിക്കൂറിലും നമ്മുടെ പ്രതീക്ഷയും അവിടെ നിന്നുള്ള വിവരങ്ങളും ഒക്കെ എത്തിക്കും. ഒപ്പം മഴ ദുരിതം അത് ഇപ്പോൾ വർദ്ധിച്ചു വരുന്നു. കാരണം മഴ കനക്കുകയാണ്. ഇന്നും പലയിടത്തും ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലൊരു കരുതൽ വേണം എല്ലാവർക്കും. നമുക്ക് പലയിടത്തു നിന്നുമുള്ള ദുരിതങ്ങൾ കാണുന്നുണ്ട്. കൃഷി നശിക്കുന്ന അതടക്കം വീടുകൾക്ക് കേടുപാടുകൾ ഉണ്ടാകുന്നു. അത്തരത്തിൽ നിരവധി വാർത്തകളുണ്ട്. എന്തായാലും വിശദമായി നമുക്ക് ഓരോ വാർത്തയിലേക്കും പോകാം. എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി മോർണിംഗ് വൈബ്സിലേക്ക് സ്വാഗതം. ആദ്യം നമുക്ക് 2020 വാർത്തയിലേക്ക് പോകാം. ഇന്ന് കലാശ പോരാട്ടം. ഇന്നാണ് 2020 ലോകകപ്പിന്റെ ഫൈനൽ പോരാട്ടം നടക്കുക. ദക്ഷിണാഫ്രിക്കയാണ് ഇന്ത്യയുടെ എതിരാളി. രാത്രി 8 മണിക്ക് ബ്രിഡ്ജ് ടൗണിലെ ബാർബഡോസ് സ്റ്റേഡിയത്തിലാണ് മത്സരം നടക്കുക. 2007 കിരീടം നേടിയ ഇന്ത്യ ഇത് 3ാം തവണയാണ് ഫൈനൽ കളിക്കുന്നത്. കന്നി ഫൈനലാണ് ദക്ഷിണാഫ്രിക്കയ്ക്ക്. മഴ ഭീഷണി ഉണ്ടെങ്കിലും മത്സരം തടസ്സപ്പെടില്ല എന്നാണ് പ്രവചനം. ഫൈനൽ തടസ്സപ്പെട്ടാൽ റിസർവ് ദിനത്തിലേക്ക് മത്സരം മാറ്റും. അങ്ങനെ 2020 ലോകകപ്പിന് ഇത് ഫൈനൽ പോരാട്ടമാണ്. ഇന്ത്യയും ദക്ഷിണാഫ്രിക്കയും മുഖാമുഖം എത്തുന്നു. ദക്ഷിണാഫ്രിക്ക ആദ്യമായി ഫൈനലിലെത്തുമ്പോൾ ഇന്ത്യ 3ാം തവണയാണ് ഫൈനലിലെത്തുന്നത്. ഏകദിന ലോകകപ്പിലും 2020 ലോകകപ്പിൽ 2 തവണയും ദക്ഷിണാഫ്രിക്ക സെമി ഫൈനൽ വരെ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറത്തേക്ക് മുന്നേറാൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള ദൗർഭാഗ്യം അത് എല്ലാ കാലത്തും വേട്ടയാടുന്ന സംഘമാണ് ഇന്ന് ഇന്ത്യക്കെതിരായിട്ടുള്ള ഫൈനലിന് ഇന്ന് ബാർബഡോസിൽ ഒരുങ്ങുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2 ടീമുകളും ഈ ടൂർണമെന്റിൽ ഉടനീളം തോൽവി അറിയാതെ മുന്നേറിയ 2 സംഘങ്ങളാണ് എന്നുള്ളതാണ്. തോൽവി അറിയാതെ എത്തിയ 2 സംഘങ്ങൾ, അതായത് ഈ ടൂർണമെന്റിലെ ഏറ്റവും മികച്ച 2 ടീമുകൾ മുഖാമുഖം എത്തുന്നു ഫൈനൽ പോരാട്ടത്തിൽ എന്നുള്ള പ്രത്യേകതയാണ് ഈ ലോകകപ്പിലേത്. ഒരുപക്ഷെ വന്ന വഴി നോക്കുകയാണെങ്കിൽ ദക്ഷിണാഫ്രിക്കയാണ് അല്പം കൂടി കഠിനമായിട്ടുള്ള വഴിയിലൂടെ കടന്നെത്തിയത് എന്ന് വേണം പറയാൻ. കാരണം ഇന്ത്യ ആധികാരികമായ എല്ലാ മത്സരങ്ങളും ജയിച്ചെത്തിയപ്പോൾ ദക്ഷിണാഫ്രിക്ക പലപ്പോഴും ഒന്ന് ഭയപ്പെട്ട് തന്നെയാണ് ചില കുഞ്ഞൻ സംഘത്തോടുൾപ്പെടെ എത്തിയത് എന്നുള്ളത് ഓർക്കണം. ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കണം. പ്രധാനമായും ദക്ഷിണാഫ്രിക്കയുടെ ബോളർമാർ റബാദയും യാൻസനും അതിഗംഭീര ഫോമിലാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സ്പിന്നർമാരും കേശവ് മഹാരാജും ഒപ്പം തബ്രീസ് ഷംസിയും 2 പേരും ഫോമിലാണ്. 2 പേസർമാരും ഫോമിലാണ്. മറുവശത്ത് ഇന്ത്യയുടെ ബാറ്റർമാർ, അതിൽ രോഹിത് ശർമ്മയുടെ ഫോമാണ് ഏറ്റവും പ്രധാനം. ശിവൻ ദുബെയും വിരാട് കോഹ്ലിയും നിറം മങ്ങുന്നതാണ് ഏറ്റവും പ്രധാനം. ഇന്ന് വിരാട് കോഹ്ലി ഫോമിലേക്ക് എത്തുമെന്ന് പ്രതീക്ഷ വെക്കുന്നു ആരാധകർ. കാരണം ഏറ്റവും നിർണായകമായിട്ടുള്ള മത്സരങ്ങളിൽ എല്ലാ കാലത്തും ഫോമിലേക്ക് വരുന്ന താരമാണ് വിരാട് കോഹ്ലി. ആ പ്രതീക്ഷയിലാണ് ഇന്ത്യ ഇന്ന് ഫൈനൽ പോരാട്ടത്തിന് ഇറങ്ങുന്നത്. അപ്പോൾ ബാർബഡോസിൽ പതിവായിട്ടുള്ള സാഹചര്യങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സ്പിന്നർമാർക്ക് അനുകൂലമാകാറുണ്ട്, അത്യാവശ്യം പേസർമാർക്ക് ഗുണം ചെയ്യാറുമുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ കുൽദീപ് യാദവിന്റെയും അക്സർ പട്ടേലിന്റെയും ബോളിംഗ് പ്രകടനം ഇന്ത്യക്ക് ഏറെ നിർണായകമാകും. 2020 ലോകകപ്പിന്റെ ആദ്യ പതിപ്പിൽ 2007 പാകിസ്ഥാനെ തോൽപ്പിച്ച് കിരീടമെടുത്ത ഇന്ത്യ പിന്നീട് 2014 ഫൈനലിൽ എത്തുന്നത്. പക്ഷെ അന്ന് ശ്രീലങ്കയോട് പരാജയപ്പെട്ടു. ഇക്കുറി വീണ്ടും ഒരു ഫൈനലിലേക്ക് എത്തുമ്പോൾ ഇന്ത്യക്ക് ആ കിരീടം ഒരിക്കൽ കൂടി നേടിയെടുക്കാൻ കഴിയുമോ? രോഹിത് ശർമ്മയ്ക്ക് ഒരു കപ്പ് അത് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ത്യൻ ടീമിലെ മുഴുവൻ ആളുകളും. ഇതുവരെയും ഒരു കിരീടത്തിലേക്ക് രോഹിത്തിന് എത്താൻ കഴിഞ്ഞിട്ടുമില്ല. സമീപകാലത്ത് ഏറ്റവും കൂടുതൽ ICC ടൂർണമെന്റുകളുടെ ഫൈനൽ കളിച്ച ടീം എന്ന നിലയിൽ പോലും ഇന്ത്യക്ക് ജയം സ്വന്തമാക്കാൻ കഴിയാതെ പോകുന്നത് ആ ഫൈനലിൽ കാലിടർന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ടാണ്. ആ കാരണം ഇന്ന് മറികടക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്താണല്ലോ ബാർബഡോസിൽ നേരിയ മഴ സാധ്യതയുണ്ട്. പക്ഷെ അപ്പോഴും ഫൈനലിന് ഒരു റിസർവ് ദിനം കൂടി ഉള്ളതുകൊണ്ട് തന്നെ ആശങ്കകൾക്ക് അടിസ്ഥാനമില്ല. ഇന്ത്യൻ ആരാധകർ നിറഞ്ഞെത്തുമെന്ന് പ്രതീക്ഷിക്കാം ഈ ഫൈനൽ ദിനത്തിൽ. ഏറ്റവും ഒടുവിൽ കാത്തിരിക്കാം ആരായിരിക്കും ചാമ്പ്യന്മാരെന്ന്, ഇന്ത്യയോ ദക്ഷിണാഫ്രിക്കയോ. എന്തായാലും ഫൈനൽ മത്സരം ആവേശമാക്കാനുള്ള ഒരുക്കത്തിലാണ് ആരാധകർ. പലയിടത്തും ഇതിനായി ബിഗ് സ്ക്രീനുകൾ സജ്ജമായി കഴിഞ്ഞു. ഇന്ത്യയുടെ ജയം പൊതുവെ എല്ലാവരും പ്രതീക്ഷിക്കുമ്പോഴും ആദ്യമായി ഒരു ലോകകപ്പിന്റെ ഫൈനലിൽ എത്തുന്ന സൗത്ത് ആഫ്രിക്കയോട് സെന്റിമെന്റ്സ് അടിച്ചു കൂടുന്നവരും ഉണ്ട്. 2020 ലോകകപ്പിന്റെ ഫൈനലിന്റെ ഒരു ആവേശം അത് വീട്ടിലിരുന്ന് കണ്ടാൽ അതൊന്നും കൃത്യമാവില്ല. കാരണം അത് അതേ ആവേശത്തോടെ ഉൾക്കൊള്ളണം. അതിനെ കൊച്ചിയിലേക്ക് വരുമ്പോൾ പലയിടത്തും കൂട്ടായ്മകൾ ഉണ്ടാക്കിയിട്ട് നമ്മൾ ദേശാഭിമാനി റോഡിലുള്ള കറുകപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ ദേശാഭിമാനി കറുകപ്പള്ളി റോഡ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ വലിയ സൗകര്യങ്ങൾ എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. കാരണം
മഴയുള്ളതുകൊണ്ട് അതൊന്ന് മാറ്റിയെടുക്കുക. കാരണം കളി കണ്ട് ആസ്വദിക്കുക എന്നൊരു സൗകര്യാർത്ഥം അതൊരു ഇൻഡോർ രീതിയിലേക്കെല്ലാം തന്നെ മാറ്റിയിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ ഒരു ഹൈലൈറ്റ്സും കാര്യങ്ങൾക്കെല്ലാം തന്നെയും വലിയ ആവേശത്തോടുകൂടി തന്നെ സ്വീകരിക്കുന്നു. നമുക്കൊപ്പം സിദ്ദീഖ് കറുവപ്പള്ളി ചേരുന്നു. സിദ്ദീഖ്, വലിയ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. എന്താണ് നിങ്ങളുടെ സ്വാഭാവികമായി ഇന്ത്യ ജയിക്കുമെന്നുള്ള? ഒന്നും പറയാനില്ല. എന്തായാലും ഇന്ത്യ കപ്പടിക്കും, കൺഫേം ആയിട്ട് അടിക്കും. അതിനുള്ള ബിഗ് സ്ക്രീൻ തന്നെ ഇവിടെ റെഡിയാക്കിയേക്കണം. ഇന്ന് വൈകുന്നേരം നമുക്ക് ഇന്ന് റിസൾട്ട് നമുക്ക് അനുകൂലമായിട്ട് തന്നെ വരും. ആഘോഷിക്കാൻ തയ്യാറെടുപ്പ് എല്ലാം നടന്നുകൊണ്ടിരിക്കണേന്, ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കണേന്, പല സ്ഥലങ്ങളിൽ നിന്ന് സുഹൃത്തുക്കൾ കോൾ ചെയ്തുകൊണ്ടിരിക്കണേ ഇവിടെ കളി വെക്കണ്ടെന്ന് വെച്ചാൽ. അപ്പൊ നമ്മള് എന്ത് കളി ഉണ്ടെങ്കിലും, ക്രിക്കറ്റ് ആണെങ്കിലും ഫുട്ബോൾ ആണെങ്കിലും, നമ്മൾ കറുകപ്പള്ളിയിൽ ഈ ദേശാഭിമാനികളോട് കറുകപ്പള്ളി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇങ്ങനെ ബിഗ് സ്ക്രീൻ ഒരുക്കാറുണ്ട്. എല്ലാം ഇവിടെ ഉണ്ട്. നൈറ്റ് എല്ലാം കളിയെല്ലാം വെച്ചിട്ടുണ്ട്. അതാണ് ഈ സ്പോർട്സിനോടുള്ള ഇവിടുത്തുകാരുടെ ഒരു ഇഷ്ടം എടുത്തു പറയേണ്ടത്. എന്താണ്? ഞാൻ കൂട്ടായ്മയുടെ പ്രസിഡന്റാണ്. കുഴപ്പമില്ല, ആവേശമാണ്. വെച്ചാൽ സൗത്ത് ആഫ്രിക്കനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു ആദ്യമായിട്ടാണ് സൗത്ത് ആഫ്രിക്ക വരുന്നത്. പക്ഷെ എന്റെ ഒരു ആഗ്രഹം സൗത്ത് ആഫ്രിക്ക കപ്പടിക്കണമെന്നാണ്. കാരണം ആദ്യമായിട്ട് ചരിത്രത്തിൽ ആദ്യമായിട്ട് സൗത്ത് ആഫ്രിക്ക ഒരു ഇതിൽ തന്നെ വരുന്നത്. അത് നാളത്തെ നമുക്ക് കളിയിൽ കാണാം. ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയാണ്. സൗത്ത് ആഫ്രിക്ക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് വരുന്നത്. അപ്പൊ അവര് തന്നെ ഒന്ന് കപ്പടിക്കട്ടെ എന്നാണ് എന്റെ ഒരു ചെറിയ താല്പര്യം. സൗത്ത് ആഫ്രിക്ക അതൊക്കെ ഇന്ത്യ തന്നെ. നമ്മള് എന്നും ഇന്ത്യനെ നെഞ്ചില് ഉയർത്തിയാണ് വെച്ചേക്കണത്. എന്തായാലും ഇന്ത്യ തന്നെ ജയിക്കും. ആർക്കൊരു ആനുകൂല്യം ഇല്ല. സൗത്ത് ആഫ്രിക്ക എന്നല്ല, ഇനി ഒരു ടീം വന്നാലും ഇപ്പത്തെ ഇന്ത്യനെ തോപ്പിക്കാൻ നടക്കണ കേസല്ല. കാര്യം കഴിഞ്ഞ വേൾഡ് കപ്പ് 50 ഫൈനലില് ഓസ്ട്രേലിയ നമുക്കിട്ടൊന്ന് പണിത്, അത് കഴിഞ്ഞ കളിയിൽ തിരിച്ചു കൊടുത്ത്. അതിന് മുമ്പത്തെ 2020 വേൾഡ് കപ്പിൽ ഇംഗ്ലണ്ട് നമുക്കിട്ടൊന്ന് പണിത്, ആ ഇംഗ്ലണ്ട് പലിശതായി മിനിഞ്ഞാന്ന് കൊടുത്തു രാത്രി. ഇനി ഇന്ന് രാത്രി വരുന്ന കളിയില് വൺ സൈഡ് ഗെയിമായിട്ട് ഇന്ത്യ ജയിക്കുമെന്ന് വൺ സൈഡ് ഗെയിമായിട്ട്. വിരാട് കോഹ്ലി ഫോമിലല്ലെന്ന് പറയുന്നുണ്ട്. ഇത് വിരാട് കോഹ്ലിയുടെ കളിയാണ് ഇനി വരാൻ പോകുന്നത് ഈ ഫൈനലിൽ. അയാൾ അങ്ങനെയുള്ള കളികളെ കളിക്കുള്ളൂ. ചേസ് കിങ് ആണ് അയാൾ തന്നെ കളിക്കും. ഡൂബെ മാറിയിട്ട് സഞ്ജു അല്ലെന്നാണ് നമ്മുടെ മലയാളികളുടെ ആഗ്രഹം. കാര്യം ഇത്രയും കളി കൊടുത്തിട്ട് ഡൂബെ ഒന്നും കാണിച്ചിട്ടില്ല. ബോൾ ചെയ്യണില്ല എന്നുണ്ടെങ്കിൽ ഡൂബേനെ വെച്ച് നോക്കുമ്പോൾ സഞ്ജുവാണ് ഏറ്റവും നല്ലത്. സഞ്ജുവിനെ ഇറക്കണം എന്നാണ് നമ്മുടെ ഒരു മലയാളിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഇതിലും ഉണ്ടാവും. ഉറപ്പായിട്ട് ഇന്ത്യ തന്നെ അടിക്കുള്ളൂ. വൺ സൈഡ് ഗെയിമായിട്ട് ഇന്ത്യ തന്നെ കപ്പടിക്കുള്ളൂ. വലിയ ആവേശമാണ് എല്ലാവരും നിൽക്കുന്നത്. എന്താണ്? അത് ഇന്ത്യ തന്നെ അടിക്കുള്ളൂ. ഇല്ല, ഇന്ത്യ തന്നെയാണ്. ഇന്ത്യ തന്നെ ജയിക്കും. പിന്നെ ഇന്ത്യ ജയിക്കും. ഇന്ത്യ തന്നെ അടിക്കും. മറ്റൊന്നുമില്ല, ഒരു സൗത്ത് ആഫ്രിക്കയെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളെ ചേർത്തിയാൽ ബാക്കി എല്ലാവരും തന്നെയും ആവേശത്തോടുകൂടി ഈ കളിയാരവങ്ങളിലേക്ക് വരാൻ വേണ്ടി എല്ലാം തന്നെ കാത്തിരിക്കുകയാണ്. കാരണം ഇത് തീർത്തും ഒരു ആവേശത്തോടെ ഏറ്റുവാങ്ങാനുള്ള ഒരു ഇപ്പൊ വന്നേ ഉള്ളൂ അല്ലെ? തയ്യാറെടുത്തിരിക്കുകയാണ്. നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട്. നമ്മുടെ ടീമിന് നല്ല പ്രതീക്ഷയുണ്ട്. ഇപ്പൊ കഴിഞ്ഞ 2023 വേൾഡ് കപ്പ് അതിൽ നമ്മ തോറ്റുപോയി, ഓസ്ട്രേലിയ തോറ്റ. അപ്പൊ അതിന്റെ ഒരു പ്രതികാരം നമുക്ക് സൗത്ത് ആഫ്രിക്കനെ കിട്ടിയത്. സൗത്ത് ആഫ്രിക്ക ഇത്ര നാളായിട്ട് ഒരു കപ്പ് എടുത്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഇന്ത്യക്ക് കപ്പ് കിട്ടിയില്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക കിട്ടാനാണ് നമുക്ക് ആഗ്രഹം. ഇപ്പൊ നമ്മൾ ഇന്ത്യ അതാണ്, നമുക്ക് അടുത്ത ആരാധകരാണ്. നമ്മളെല്ലാ ബാറ്റ്സ്മാൻമാരൊക്കെ നല്ല ഫോമിൽ തന്നെയാണ്, അവർ ഫോമിൽ തന്നെയാണ്. പിന്നെ നമുക്ക് രോഹിത് ശർമ്മക്ക് നല്ല പ്രതീക്ഷയുണ്ട്. രോഹിത് ശർമ്മയുടെ ഒരു പ്രതീക്ഷയുണ്ട്. പിന്നെ നല്ലൊരു ക്യാപ്റ്റനാണ്. ഇപ്പൊ 2 വേൾഡ് കപ്പ് അടുപ്പിച്ച് നമ്മൾ ഫൈനലിൽ കയറി. അതെ. വലിയ ആവേശത്തോടുകൂടി തന്നെ എല്ലാവരും തന്നെ കാത്തിരിക്കുന്നു. ഇതുപോലുള്ള ഈ ബിഗ് സ്ക്രീനിലേക്ക് പലയിടങ്ങളിൽ സജ്ജീകരിച്ചിട്ടുണ്ട്. അവിടെ എല്ലാം തന്നെ ഇതുപോലെ ആരാധകരെ കൊണ്ട് നിറയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷംലാലിനൊപ്പം ജാനി പോൾ, ന്യൂസ് 18. അതാണ് കൊച്ചിയിലെ ആവേശം. കൊച്ചിയിലെ പല സ്ഥലങ്ങളിൽ നിന്നുള്ള ഒരു സ്ഥലത്തെ ആവേശമാണ് നമ്മൾ കണ്ടത്. ഇതുപോലെയുള്ള ബിഗ് സ്ക്രീനുകൾ പലയിടത്തും ഉണ്ട്, തയ്യാറാക്കിയിട്ടുണ്ട്. വലിയ ആവേശത്തിലാണ് കൊച്ചി. തിരുവനന്തപുരത്തേക്ക് എത്തുമ്പോഴും അവിടെയും ആവേശത്തിന് ഒട്ടും കുറവില്ല. ഇന്ത്യൻ താരം സഞ്ജു സാംസന്റെ സ്വന്തം ഗ്രൗണ്ടായ MCJ എന്ന് വിളിക്കുന്ന മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലെ ലോകകപ്പ് പ്രതീക്ഷകളും വിശേഷങ്ങളും നമുക്ക് കാണാം. ഇന്ത്യ സൗത്ത് ആഫ്രിക്ക ഫൈനൽ പോരാട്ടത്തെ ആരംഭിക്കുന്നതിന് വേണ്ടി ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഞാനിപ്പോഴുള്ളത് സഞ്ജു സാംസൺ, ഇന്ത്യൻ ടീമിലുള്ള സഞ്ജു സാംസൺ കൊച്ചുനാളിൽ മുതൽ കളിച്ച് വളർന്ന MCJ എന്ന മെഡിക്കൽ കോളേജ് ക്രിക്കറ്റ് ഗ്രൗണ്ടിലാണ് ഞാനുള്ളത്. ഇവിടെ ഇപ്പോൾ പ്രാക്ടീസും മറ്റുമായി കുറേയധികം ആളുകളുണ്ട്. നമുക്ക് അവരുടെ പ്രതികരണങ്ങളൊന്ന് നോക്കാം. പ്രതീക്ഷ എങ്ങനെ? ഇന്ത്യ ജയിക്കും 100%. എന്തുകൊണ്ട്? ഇന്ത്യ ജയിക്കും. അതാണ് ഇത്രയും നാളത്തെ കളി കണ്ടിട്ട് ഇന്ത്യ ജയിക്കുന്നതാണ് നമ്മളെ
നമ്മൾ ഇത്ര നാളായിട്ട് കളിക്കുന്നു. സൗത്ത് ആഫ്രിക്ക എങ്ങനെ വിലവർച്ച ഇല്ല, വിലവർച്ച കാണാൻ പറ്റില്ല. നമ്മൾ ഇന്ത്യയെ സപ്പോർട്ട് ചെയ്തില്ലേ കളിക്കാവൂ, സംസാരിക്കാവൂ. ഓക്കെ. സഞ്ജു സാംസൺ ടീമില്ല, ടീം വരുമെന്ന് തോന്നുന്നു. അതൊരു നഷ്ടമാണ്. നമ്മൾ പ്രതീക്ഷിച്ചു. സന്തു ഇവിടെയാണ് കളിച്ച് വളർന്നത്. എന്നിട്ട് ഇവിടെ ടീമിൽ ഇറക്കിയില്ല. ഇന്നത്തെ മത്സരത്തെ കുറിച്ച് ഇന്നത്തെ ഇന്ത്യയിലെ കപ്പടിക്കും, വേറെ മാറ്റമില്ല. ആര് തിളങ്ങുന്നു തോന്നുന്നത്? രോഹിത് ശർമ്മ തന്നെ. രോഹിത് ശർമ്മ സഞ്ജുവിന്റെ ഒരു അഭാവമുണ്ട്. അത് ടീമിൽ വരുമെന്ന് ഇല്ല, തോന്നുന്നുണ്ട്. നീ സ്ക്വാഡിൽ വരുന്നുള്ള ഒരു പ്രതീക്ഷയില്ല. എങ്ങനെയുണ്ട് ചേട്ടാ? രോഹിത് ശർമ്മ അമ്പടിയും ഇന്ത്യ കപ്പടിയും. അതായത് ധോണിക്കും കപിൽ ദേവിനൊക്കെ ശേഷം ഒരു ലോകകപ്പ് T20 ധോണിക്ക് ശേഷം ആദ്യമായി ഒരു കപ്പ് എടുക്കുന്നത് രോഹിത് ശർമ്മ ആയിരിക്കും 100%. നമ്മളൊപ്പം സ്റ്റേറ്റ് ക്യൂറേറ്റർ ബിജു കൂടി ചെയ്യുന്നുണ്ട്. ചേട്ടാ, എങ്ങനെയാ ഇന്നത്തെ മത്സരത്തെ കുറിച്ച് കാണാൻ? ഇന്നത്തെ മത്സരം നല്ലൊരു മത്സരമായിരിക്കും. കാരണം രണ്ട് ഫൈനലിൽ വരാനായിട്ട് അർഹതപ്പെട്ട രണ്ട് ടീമാണ് ഫൈനലിൽ വന്നത്. എല്ലാ കളികളും ജയിച്ച്, ഇന്ത്യ എല്ലാ കളികളും ജയിച്ചാണ് ഫൈനലിൽ വന്നത്. അപ്പോൾ ഇന്ത്യൻ ടീമിനാണ് കപ്പെടുക്കാനുള്ള മുൻതൂക്കം. കാര്യം എന്ന് വെച്ചാൽ അത്രയ്ക്ക് നല്ല രീതിയിലാണ് അവർ പെർഫോം ചെയ്ത് വന്നത്. ബാറ്റിംഗ് സൗത്ത് ആഫ്രിക്കയെ നമുക്ക് തള്ളിക്കറാൻ സാധിക്കില്ല. കാരണം അവരും ഒരു മത്സരം പോലും തോൽക്കാതെയാണ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നത്. അത്രയ്ക്ക് മികച്ച ടീമംഗങ്ങളുള്ള ഒരു 11 കൂടിയാണ് സൗത്ത് ആഫ്രിക്ക നിലയിലുള്ളത്. അങ്ങനെ ഒരു ടീമിനെ നമുക്ക് കുറച്ച് കാണാൻ പറ്റില്ല. എങ്കിലും ആ ടീമുകൾ ഇപ്പൊ IPL നമ്മൾ IPL നടന്നപ്പോൾ ഈ സൗത്ത് ആഫ്രിക്കയിലേക്ക് കളിക്കുന്ന മാക്സിമം പ്ലേയേഴ്സിന് ഇന്ത്യൻ പ്ലേയേഴ്സ് കളിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഒരു ഒപ്പോണന്റ് എന്നുള്ള രീതിയിലല്ല അവർ. അതുകൊണ്ടാണ് ഇപ്പൊ രോഹിത് ശർമ്മയൊക്കെ ബാറ്റ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ഈസി ആയിട്ടാണ് മിച്ചൽ സ്റ്റാർക്കിനെയും ബാക്കിയുള്ളവരൊക്കെ അവർ ഫേസ് ചെയ്തത്. അപ്പൊ അതുകൊണ്ട് അവർക്ക് അങ്ങനെ ഒരു ടെൻഷൻ, അതായത് ഇപ്പം ഇന്ത്യയാണ് ഡോമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്, ബാറ്റിംഗിലായിരുന്നാലും ബൌളിംഗിലായിരുന്നാലും. പിന്നെ വേറൊരു കാര്യം പറഞ്ഞാൽ പിച്ചിന്റെ അത് തന്നെയാണ് ഞാൻ ചോദിക്കാൻ വന്നത്. കാരണം പിച്ച് സംബന്ധിച്ചുള്ള വലിയ വിമർശനങ്ങളൊക്കെ തുടക്കത്തിലെ തന്നെ ഉണ്ടായിരുന്നു. കാരണം ബാറ്റ്സ്മാൻമാർക്ക് തളം കെട്ടെത്താൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. അതുതന്നെ വിരാട് കോഹ്ലി എന്ന അതായത് IPL-ൽ മികച്ച ഫോമിൽ നിന്ന ബാറ്റ്സ്മാൻ കൂടിയാണ്. പക്ഷേ ഈ അമേരിക്കൻ പിച്ചിലേക്ക് വന്നപ്പോൾ തളം കെട്ടെത്താൻ സാധിക്കാത്ത തരത്തിലേക്ക് പോവുകയും ചെയ്യുന്നു. അങ്ങനെയുള്ളൊരു പിച്ച് അത് ഏത് തരത്തിലായിരിക്കും? പിച്ച് അമേരിക്കൻ പിച്ച് എന്ന് പറഞ്ഞാൽ ഡ്രോപ്പിംഗ് വിക്കറ്റുകളായിരുന്നു മിക്കതും. ഡ്രോപ്പിംഗ് വിക്കറ്റ് എന്ന് പറയുമ്പോൾ അതിൽ മോശമൊക്കെ കുറവായിരിക്കും. അതുമല്ല അതിൽ ബൗൺസ് അൺഈവനായിരിക്കും. അപ്പൊ നോർമലായിട്ട് സ്ട്രൈറ്റ് ബാറ്റ് കളിച്ച് വരുന്ന, അതായത് ക്രിക്കറ്റിംഗ് ഷോട്ടുകൾ കളിക്കുന്ന ഒരാളാണ് വിരാട് കോഹ്ലി. അപ്പൊ അവർക്ക് ആ ബോളിന്റെ ഒരു അൺപ്രഡിക്റ്റബിൾ അത് വരുമ്പോൾ അവർക്ക് എന്തായിരുന്നാലും അവരുടെ താളം തെറ്റും. എങ്കിലും ഒരു മേൽക്ക് ഇന്ത്യക്ക് തന്നെയാണ്. മേൽക്ക് തീർച്ചയായിട്ടും. പിന്നെ സൗത്ത് ആഫ്രിക്കയ്ക്ക് ഇതുവരെയും സൗത്ത് ആഫ്രിക്ക കപ്പെടുത്തിട്ടില്ല. അതിന്റെ ഒരു പ്രഷർ അവർക്കുണ്ട്. ഇന്ത്യൻ ടീമിന് അങ്ങനെയല്ല. ഇന്ത്യൻ ടീം ഇപ്പം കപ്പ് എന്നുള്ള ഒരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ തീർച്ചയായും ഇന്ത്യക്ക് എന്തുകൊണ്ടും ഒരു അനുകൂല ഒരു സാഹചര്യമാണ് ഇന്ത്യക്ക്. ഇപ്പൊ പ്രത്യേകിച്ച് രോഹിത് ശർമ്മയുടെ ഒരു ക്യാപ്റ്റൻസിയിൽ ഒരു കപ്പ് കിട്ടട്ടെ എന്നുള്ള ഒരു പുള്ളിയുടെ ആ ഒരു ഡെഡിക്കേഷനും ആ കളിയോടുള്ള ഒരു സമീപനവും കാണുമ്പോൾ പുള്ളിക്ക് ഒരു കപ്പ് കിട്ടട്ടെ എന്നുള്ള ഒരു ആത്മാർത്ഥമായിട്ടുള്ള ഒരു ഇതാണ് നമുക്കുള്ളത്. മലയാളികളെ സംബന്ധിച്ച് സഞ്ജു സാംസൺ കളിച്ചു വളർന്നിട്ടുള്ള ഒരു പിച്ച് കൂടിയാണ് നമ്മളിപ്പോ നിൽക്കുന്ന ഈ ഗ്രൗണ്ട്. അത്തരത്തിൽ സഞ്ജു ടീമിലുണ്ട്. ആദ്യ 11-ൽ ഇതുവരെയും വരാൻ സാധിച്ചില്ല. സന്നാഹ മത്സരത്തിൽ മാത്രമാണ് കളിക്കാൻ സാധിച്ചിട്ടുള്ളത്. പക്ഷേ എന്തായാലും ഇന്നത്തെ മത്സരത്തിൽ ആദ്യ 11 ഉണ്ടാകാൻ സാധ്യത കുറവാണ്. എങ്കിൽ പോലും ഒരു പ്രതീക്ഷ ഉണ്ടോ? പ്രതീക്ഷ ഇല്ല. കാരണം എന്ന് വെച്ചാൽ ഈ കോമ്പിനേഷനെ മാറ്റാനായിട്ട് അവർ ശ്രമിക്കില്ല. ഒരുപക്ഷെ ശ്രമിച്ച് മാറ്റിയിരുന്നാൽ തന്നെ എന്തെങ്കിലും ഒരു അക്കടി പറ്റിക്കഴിഞ്ഞാൽ എല്ലാ കുറ്റങ്ങളും അതിൽ വരും. അതായത് വിന്നിംഗ് കോമ്പിനേഷനെ മാറ്റിയെന്ന് പറഞ്ഞു. പിന്നെ പന്ത് എല്ലാ കളിയിലും കളിച്ചില്ല എങ്കിലും പന്ത് അതൊരു വലിയൊരു ഫാക്ടറാണ്. എന്ന് വെച്ചാൽ നന്നായിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ പന്ത് പ്രതീക്ഷിക്കാതെ പന്തിന്റെ അടികളൊക്കെ ബോണസാണ്. പന്ത് കുറഞ്ഞ ബോളിൽ നന്നായിട്ട് സ്കോർ ചെയ്യുന്നുണ്ട്. ബോൾ വേസ്റ്റ് ആക്കുന്നില്ല. എന്തായാലും കപ്പ് നമുക്ക് ഉറപ്പെന്ന് വെച്ചാൽ വേറൊരു കാര്യമുണ്ട്. ക്രിക്കറ്റാണ്, അന്നത്തെ ദിവസത്തിനനുസരിച്ചിരിക്കും. ഇതിൽ അവരുടെ ഒരു ക്ലാസനോ ഒരു ഡീക്കോക്കെ കയറി അങ്ങ് ബാധ കയറി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാക്കി നമ്മൾ ടോസ് നിർണായകമാണ്. ടോസ് ഇന്ത്യ ബാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മിക്കവാറും ഇന്ത്യ ബാറ്റിംഗ് ആയിരിക്കും. ബാറ്റ് ചെയ്ത് നല്ലൊരു സ്കോർ പടുത്ത് ഉയർത്താനുള്ള ഒരു ലൈനപ്പ് ഇന്ത്യക്കുണ്ട്. എങ്ങനെയുണ്ട് ഇന്നത്തെ മത്സരത്തെ കുറിച്ച് എങ്ങനെയാ തോന്നുന്നത്? ഇന്ത്യ കപ്പടിക്കുമോ? കപ്പടിക്കുന്ന പ്രതീക്ഷയുണ്ട്. ആര് നല്ലതായിട്ട് ബാറ്റ് ചെയ്യും? രോഹിത്, സൂര്യകുമാർ, പന്ത്, ഇത്രയും പേര് കളിക്കും നന്നായിട്ട്. വിരാട് കോഹ്ലിയുടെ കാര്യം എങ്ങനെയുണ്ട്? ഫോമിലല്ല. പക്ഷേ ഫൈനലല്ലേ, ഫൈനലിൽ കളിക്കില്ലേ? കളിച്ചു കഴിഞ്ഞാൽ നമ്മള് കപ്പും കൊണ്ടുപോകും. എന്തായാലും സൗത്ത് ആഫ്രിക്ക കപ്പടിക്കില്ല, നമ്മൾ തന്നെ കപ്പ് കൊണ്ടുവരും. അങ്ങനെ തന്നെയാണ്. മോനെങ്ങനെ തോന്നുന്നു? കപ്പാരടിക്കും? ഇന്ത്യ അടിക്കും. ആരാ ഏറ്റവും ഇഷ്ടപ്പെട്ട ബാറ്റ്സ്മാൻ? പ്രതീക്ഷ ഇന്ത്യക്കും. നമുക്ക് സൗത്ത് ആഫ്രിക്ക കുറച്ച് കാണാൻ പറ്റുമോ? സൗത്ത് ആഫ്രിക്കനെ അങ്ങനെ കുറച്ച് കാണാൻ പറ്റൂല. എന്നാലും ഇന്ത്യയിലെ ബാറ്റ്സ്മാൻമാര് നല്ല ഫോമിലാണ് മിക്കവരും. കോഹ്ലി ആയിരിക്കും അവരുടെ ഫൈനലിൽ ചിലപ്പോൾ ടോപ്പ്
സ്കോറായിട്ട്. എങ്ങനെയുണ്ട് പ്രതീക്ഷ? എന്തായാലും ഇന്ത്യ കപ്പടിക്കും. കോഹ്ലി നാളെ നല്ല ഫോമായിട്ട് കളിച്ചാൽ മതി. കോഹ്ലി ഇപ്പൊ വന്ന കളിയായാലും നല്ലതായിട്ട് കളിച്ചില്ല. പിന്നെ രോഹിത് ശർമ്മ ഇപ്പൊ ഫോമായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യക്ക് ജയിക്കും, മിക്കവാറും ജയിക്കും. പക്ഷെ സൗത്ത് ആഫ്രിക്ക അത്ര കുറച്ച് കാണാൻ പറ്റൂല. എന്തായാലും ഇന്ത്യ ജയിക്കും. കാരണം ജസ്പ്രീത് ബുംറ എന്ന പ്രധാനപ്പെട്ട ബൌളർ നമുക്ക് ഒരു വജ്രായുധം തന്നെയാണ്. ജസ്പ്രീത് ബുംറയും കുൽദീപ് യാദവും. ജസ്പ്രീത് ബുംറ നല്ല ബോളിംഗ് ആണ്. കുൽദീപ് യാദവ് തന്നെ ഇന്നലത്തെ കളി തന്നെ 3 വിക്കറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എന്തായാലും ഇന്ത്യ തന്നെ ചെയ്യും. അപ്പം നേരത്തെ പറഞ്ഞല്ലോ വിരാട് കോഹ്ലിയുടെ കാര്യം. വിരാട് കോഹ്ലി കഴിഞ്ഞ കളികളിൽ, അതായത് IPL കണ്ട ഒരു പെർഫോമൻസ് ഇവിടെ കാഴ്ചവെക്കാൻ സാധിക്കുന്നില്ല. ഇന്ന് ഫൈനലത്തെ മാച്ചിൽ എങ്ങനെയായിരിക്കും? ഇന്ന് ഫൈനലത്തെ മാച്ചിൽ നല്ലതായിട്ട് കളിക്കണമെന്ന് വിശ്വാസം. ഇന്ന് പിന്നെ ഫോമിൽ കളിച്ചോളൂ. എങ്ങനെയുണ്ട് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മയും കൂടെ ഒരു പാർട്ണർഷിപ്പ് എടുത്താൽ മതി. ബാക്കി കാര്യങ്ങൾ താഴെയുള്ള ഇറങ്ങുന്ന ആൾക്കാർ നോക്കിക്കോളും. അതായത് ഈ കോഹ്ലി ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് വന്നത് ഒരു പ്രശ്നമായോ? ജയ്സ്വാളിന് ഓപ്പണിംഗ് കൊടുത്ത് കോഹ്ലിക്ക് 1 റൺ കൊടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ ഗെയിം ചേഞ്ച് ആയാണ്. അപ്പം IPL അടിച്ചോണ്ടാണ് ഇവിടെ ട്രൈ ചെയ്ത് നോക്കിയാൽ കുറെ കളിയായി. ഒന്ന് മാറ്റിയിട്ട് ജയ്സ്വാളിന് ഒരു കളി ട്രൈ ചെയ്തിരുന്നെങ്കിൽ കോഹ്ലിക്കും ചിലപ്പം 1 ഡൗൺ ഇറങ്ങി റൺ അടിക്കാൻ പറ്റിയാണ്. പണ്ട് നിങ്ങളെപ്പോലെ തന്നെ കളിച്ചു വളർന്ന ഒരാളാണ് ഇപ്പൊ ഇന്ത്യൻ ടീമിലുള്ളത്, സഞ്ജു സാംസൺ. പക്ഷേ സഞ്ജു സാംസൺ ഒരു കളി കൊടുക്കായിരുന്നു, ഒരു കളിയെങ്കിലും കൊടുക്കായിരുന്നു. നോക്കൌട്ട് മാച്ചിൽ ഏതെങ്കിലും ഒരു കളി കൊടുക്കായിരുന്നു. പക്ഷേ ഈ സന്നാഹ മത്സരത്തിൽ വലിയ പെർഫോമൻസ് കാഴ്ചവെക്കാത്തോണ്ടാണോ ആദ്യ ലെവലിൽ വരാത്തത്? അത് ഇഷ്ടം പോലെ വരില്ല. അപ്പൊ ഒരു കളിയും കൂടെ ഒന്ന് കൊടുക്കായിരുന്നു. ഇന്ന് കൊടുത്തിരുന്ന എന്തായാലും സഞ്ജു സാംസൺ മാക്സിമം നോക്കും. അടിക്കണം, സഞ്ജുവായിട്ട് അടിക്കണം. അങ്ങനെ തന്നെ മോനെ. കപ്പടിക്കും. അപ്പൊ എന്തായാലും ഇന്ത്യ അടിക്കും. ഇന്ത്യ കപ്പടിക്കും. ഉറപ്പാണത്. ഉറപ്പ്. എന്തുകൊണ്ട് ഉറപ്പ്? ഇത്ര വലിയ ഇന്ത്യ ആയതുകൊണ്ട്. പക്ഷെ സൗത്ത് ആഫ്രിക്ക പഴയ സൗത്ത് ആഫ്രിക്ക അല്ല. അത് കുഴപ്പമില്ല. ഇന്ത്യ എപ്പോഴും ഇന്ത്യയാണ്. എന്തായാലും അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും ഇവർ പറയുന്ന പോലൊക്കെ തന്നെ വലിയ ആവേശത്തോടു കൂടി തന്നെയാണ് ഇങ്ങ് തലസ്ഥാന നഗരിയിലെ ഈ കൊച്ചു കൂട്ടുകാരും ഒപ്പം തന്നെ നമ്മോടൊപ്പം നേരത്തെ പങ്കുവച്ച ക്യൂറേറ്റർ ബിൻചേട്ടനൊക്കെ പറയുന്ന പോലെ തന്നെ ധോണിക്ക് പിന്നാലെ രോഹിത് ശർമ്മ ഒരു കപ്പെടുത്ത് ഇങ്ങ് ഇന്ത്യയിലേക്ക് കൊണ്ടുവരുമെന്നാണ് പറയുന്നത്. ആ ഒരു പ്രതീക്ഷ അത് എനിക്കുമുണ്ട്. അതോടൊപ്പം തന്നെ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ഇന്ത്യയിലെ എല്ലാ കായിക പ്രേമികൾക്കുമുണ്ട്, ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കുമുണ്ട്. എന്തായാലും ആ പ്രതീക്ഷ നിറവേറട്ടെ എന്നുള്ള ഒരു കാര്യം തന്നെയാണ് നമുക്ക് പറയാനുള്ളത്. എന്തായാലും ക്യാമറമാൻ സന്തോഷ് കുമാറിനൊപ്പം MG മിഥുൻ, ന്യൂസ് 18 തിരുവനന്തപുരം. അതാണ് മിഥുൻ കുട്ടികളുമായിട്ട് നമ്മളോടൊപ്പം ചേരുകയായിരുന്നു. വലിയ പ്രതീക്ഷയിലാണ് അവരുള്ളത്. കപ്പ് ഇന്ത്യ കൊണ്ടുവരും എന്ന പ്രതീക്ഷ. അതങ്ങനെ തന്നെ ആകട്ടെ. എന്തായാലും ക്രിക്കറ്റ് ഫൈനലിന്റെ ആവേശം എല്ലായിടത്തും ഉണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യയുടെ ഒരു ലോകകപ്പ് വിജയത്തിനായി കാത്തിരിക്കുകയാണ് ആരാധകർ. കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിലേക്ക് പോകാം. അവിടെ നിന്നും ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വീണ്ടും ഒരു T20 ലോകകപ്പിൽ ഇന്ത്യ ഫൈനലിൽ കളിക്കാനിറങ്ങുമ്പോൾ പ്രതീക്ഷ വാനോളമാണ്. നമ്മൾ കലൂർ രാജ്യാന്തര സ്റ്റേഡിയം പരിസരത്താണ്. ഇവിടെയും ഇന്ത്യയുടെ മത്സരം വലിയ ആഘോഷമായിട്ട് തന്നെ നടന്നു. വലിയ വിജയങ്ങൾ നേടിയ ഒരു സ്റ്റേഡിയം, അതിന്റെ പരിസരം തന്നെയാണ്. പിന്നീട് ഫുട്ബോൾ സ്റ്റേഡിയം ഒക്കെ ആയിട്ട് ഇപ്പോൾ മാറിയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ഒരു ആവേശം എല്ലാവരിലും ഉണ്ട്. ഇതിന്റെ പരിസരത്ത് സ്ഥിരമായി ക്രിക്കറ്റ് കളിക്കുന്ന ഒരു കൂട്ടം, അവർക്കൊപ്പമാണ് നമ്മളുള്ളത്. ഏതായാലും ആ ഒരു പ്രതീക്ഷകൾ എത്രയുണ്ട്, എത്രത്തോളം ആവേശത്തിലാണ് നിൽക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഷെരീഫ, അദ്ദേഹം ഇവിടുത്തെ ഒരു കൂട്ടായ്മയുടെ ഒരു നേതാവ് എന്ന് പറയാം. എന്താണ് മത്സരത്തെക്കുറിച്ച് നിങ്ങളുടെ ഒരു പ്രതീക്ഷ? എങ്ങനെയാണ് മത്സരത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ എല്ലാ ബോളിംഗ് ആയിക്കോട്ടെ ബാറ്റിംഗ് ആയിക്കോട്ടെ എല്ലാം നല്ല ഫോമിലാണ് പോകുന്നത്. അപ്പോൾ സൗത്ത് ആഫ്രിക്ക എന്ന് പറഞ്ഞാൽ 92 മുതൽ കളി കാണാൻ തുടങ്ങുന്നത് ഞാൻ. അപ്പൊ 92 മുതൽ സെമി ഫൈനലുകളിലും അതുപോലെ മഴ മൂലം വീണുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടുള്ള അവരോടുള്ള ഒരു ചായ്വുണ്ട്. പക്ഷെ ഇന്ത്യ വരുന്നേരം നമുക്ക് ഇന്ത്യയാണ്. അപ്പൊ ഇന്ത്യന്റെ വിരാട് കോഹ്ലിയും കൂടെ ഫോമിലായി കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ തന്നെ കപ്പടിക്കും എന്നുള്ള ഒരിതാണ്. അപ്പോൾ കഴിഞ്ഞ ഒരു വേൾഡ് കപ്പ് ഫൈനൽ, ഇപ്പൊ ലാസ്റ്റ് വേൾഡ് കപ്പ് ഫൈനലിൽ ഓസ്ട്രേലിയയോട് തോറ്റ ഒരു ഇതുണ്ട്. അത് ഒരു പാഠമായിട്ട് കരുതി ഈ പ്രാവശ്യം വിന്നേഴ്സ് ആവുന്നതാണ് പ്രതീക്ഷ. ഈ ആഴ്ച എന്ന് പറഞ്ഞാൽ ഈ കലിപ്പ് തീർക്കൽ വാരമായിട്ട് ആഘോഷിക്കപ്പെടുകയാണെന്നാണ് എല്ലാവരും പറയുന്നത്. കാരണം നമ്മള് ഓസ്ട്രേലിയ, ഇംഗ്ലണ്ട് പറയാനുള്ള എല്ലാം തന്നെ തീർത്താ പോകുന്നത്. ഇനിയിപ്പോ ഫൈനലിലേക്ക് നീങ്ങുമ്പോൾ ടീം ഘടനയിലടക്കം എന്തെങ്കിലും ഒരു മാറ്റം വരും, അങ്ങനെ ഒരു പ്രതീക്ഷയുണ്ട്. കാരണം എല്ലാവരും പല രീതിയിൽ കാണുന്നതാണ് കളി. എങ്ങനെ തോന്നുന്നു? മാറ്റങ്ങൾ എന്തായാലും അനിവാര്യമാണ്. ഇപ്പൊ ദുബൈ ഫോമിലല്ല, വിരാട് കോഹ്ലി എന്ന് പറഞ്ഞ ഫോമിലല്ലാത്തതുകൊണ്ട് ഒരിക്കലും മാറ്റി നിർത്താൻ പറ്റിയ ബാറ്റ്സ്മാൻ അല്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എതിർ ടീമിന് വിരാട് കോഹ്ലി എന്ന് പറയുന്നവർ അതൊരു ഇത് തന്നെയാണ്. ഒരു വിക്കറ്റ് വീണു പോയാലും എന്നൊരു കുഴപ്പമില്ല. പക്ഷെ ദുബൈനെ മാറ്റണം എന്നാണ്. പക്ഷെ ഈ ഒരു ടീം കോമ്പിനേഷൻ ഒരിക്കലും ചേഞ്ച് വരുത്താൻ സാധ്യതയില്ല. ഒരു എല്ലാവരും സെറ്റായിട്ട് നിൽക്കുക. അത് വെറും ബാറ്റിംഗിൽ മാത്രമല്ല, ഫീൽഡിങ്ങിലും കളത്തിൽ അകത്തും എല്ലാവരും ഒന്ന് സെറ്റായിട്ട് നിൽക്കുന്ന സമയത്ത് ഒരു ചേഞ്ച് ഒരു പ്രശ്നമായിരിക്കും. ഒരു ഫൈനലിൽ ഒരു ചേഞ്ച് ചെയ്യൽ. എന്താണ് നിങ്ങളുടെയൊക്കെ ഒരു പ്രതീക്ഷ? കപ്പടിച്ച് നമ്മൾ ആഘോഷിക്കുന്നത് അങ്ങനെ തന്നെയാണ് തോന്നുന്നത്. കാരണം ഇപ്പൊ വിരാട് കോഹ്ലി പറഞ്ഞോടെ വിരാട് കോഹ്ലി ഫൈനലിൽ ഒരു പ്രതീക്ഷയാണ്.
എങ്ങനെ നമ്മളൊരു ബൗളേഴ്സിനെ കുറിച്ച് ഓർക്കുമ്പോൾ എന്താണ് ഒരു മികവ്? ബോളേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ ബോളർ ചെയ്യുന്നുണ്ട്. പിച്ച് യൂസ് ചെയ്ത് തന്നെ അവർ ബോളർ ചെയ്യുന്നുണ്ട്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ബുംറയും ആണ് നമുക്ക് എപ്പോഴും ബ്രേക്ക് ത്രൂ. ഒരു വേൾഡ് ക്ലാസ് ഒരു ബോളർ. അതെ എല്ലാരും പേടിക്കുന്ന ഒരു ബോളറാണ് ബുംറയാണ് നമുക്ക് പ്രതീക്ഷയ്ക്കൊത്ത നിലവാരത്തിൽ തന്നെ കളിക്കുന്നുണ്ട്. ഇന്ന് ബ്രേക്ക് ത്രൂ ആണെങ്കിലും ബുംറയാണ് കളിക്കുന്നത്. പിന്നെ അക്ഷർ പട്ടേൽ, കുൽദീപ് യാദവ് ഇവരെല്ലാം നല്ലോണം ബോൾ ചെയ്യുന്നുണ്ടല്ലോ. പിന്നെ ബാറ്റിംഗ് സൈഡ് ആണെങ്കിൽ രോഹിത് ശർമ്മ മുന്നിൽ നിന്ന് നയിക്കുന്നുണ്ട്. രോഹിത് ശർമ്മ നിൽക്കുന്നിടത്തോളം നമുക്ക് എപ്പോ ആണെങ്കിലും എന്ത് സംഭവിക്കാം. അതെ, പുറകിൽ വരുന്ന ബാറ്റ്സ്മാനെ സൂര്യകുമാർ യാദവ് ആണെങ്കിലും ബാക്കിയുള്ള പ്ലേയേഴ്സ് എല്ലാവരും നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സെറ്റ് ടീമാണ്. സൗത്ത് ആഫ്രിക്കയും പറയാൻ പറ്റില്ല. അവരെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല. ഇപ്പൊ ഇന്ത്യയും സൗത്ത് ആഫ്രിക്കയും ഫസ്റ്റ് ടൈമാണ് ഫൈനലിൽ കളിക്കുന്നത്. അതിന്റെ ഒരു ഇതുണ്ട്. വലിയൊരു ആവേശവും എല്ലാം തന്നെയുണ്ട്. പറഞ്ഞുതരാം. 2007-ലും 2011-ലും ഇന്ത്യ കപ്പടിച്ചപ്പം ഒരു മലയാളി സാന്നിധ്യം ഉണ്ടായിരുന്നു. അപ്പം ഈ പ്രാവശ്യം ഒരു മലയാളിയെ കളിപ്പിച്ചാൽ ഇന്ത്യ ഉറപ്പായിട്ടും കപ്പടിക്കും. ചോദിക്കാൻ വേണ്ടി വരികയായിരുന്നു. എങ്ങനെ നിങ്ങൾ തോന്നുന്നത്? എങ്ങനെ സഞ്ജു കളിക്കും? അത് ആ ഒരു ഭാഗ്യത്തിന്റെ ഇതും കൂടെ, മലയാളിയുടെ ഭാഗ്യവും കൂടെ പരീക്ഷിക്കണം. പിന്നെ ദൂബയെ മാറ്റുക എന്നുള്ളൊരു കാര്യം കൂടെ ഉണ്ടല്ലോ. ദൂബെ ഫോമിലല്ല, അതുകൊണ്ട് ദൂബയെ മാറ്റി സഞ്ജുവിനെ പരീക്ഷിക്കാം. പറയാൻ സഞ്ജു എന്ന് പറയുന്നത് എല്ലാരും പറയും ഒരു മലയാളികളുടെ വികാരമാണ് സഞ്ജു. സഞ്ജുവിനെ ടീമിലിടുന്നില്ല എന്നല്ല. ഈ വെറും ബാറ്റിംഗ് മാത്രമല്ല ഒരു സ്പോർട്സിന്റെ ഇതിൽ നോക്കാൻ. നമ്മൾ വിക്കറ്റിന്റെ പിന്നിലുള്ള ആ പന്തിന്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളും, അതുപോലെ നെറ്റ്സിൽ പ്രാക്ടീസ് ചെയ്യുന്നതിനുള്ള ബാറ്റിങ്ങും അതൊക്കെ നോക്കും. വെറുതെ ഒരു സഞ്ജുവിനെ കളിപ്പിക്കുന്നില്ല എന്നുള്ള ഒരു അത് കാര്യമില്ല. സഞ്ജുവിനും ചാൻസ് കിട്ടണ്ടേ, ഇനിയും ചാൻസ് കിട്ടാൻ ചാൻസ് ഉണ്ട്. എന്താ വെച്ചാൽ ഇവിടെ ഇപ്പൊ സിംബാബ്വൻ പര്യടനത്തിലേക്ക് അവൻ ഇട്ടിട്ടുണ്ട്. അതിൽ പെർഫോമൻസ് ചെയ്യട്ടെ, അപ്പൊ എന്തായാലും ടീമിൽ വരും. എന്തായാലും നാളെ നമ്മൾ ഇത് വലിയ സന്തോഷത്തോടെ കാത്തിരിക്കുന്നത് ഒരു വിജയം തന്നെ അല്ലേ? അതെ തീർച്ചയായും. എന്തായാലും ഇന്ത്യ കപ്പടിക്കും. കളിപ്പടക്കവും നമ്മൾ ഈ സ്റ്റേഡിയത്തിൽ ഒരുപാട് തവണ പറഞ്ഞിട്ടുള്ളതാണ്. എന്തായാലും വലിയ പ്രതീക്ഷകളും ആവേശത്തോടു കൂടിയാണ് ഫൈനലിനെ കാത്തിരിക്കുന്നത്. കാരണം ഇതിൽ വിജയം നേടാൻ ഏറ്റവും സുന്ദരമായ ഒരു സമയവും നിമിഷവും എല്ലാമാണെന്ന് അവർ കരുതുകയും ചെയ്യുന്നു. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷംലാലിനൊപ്പം ഡാനി പോൾ, ന്യൂസ് 18. അതാണ് കലൂരിന്റെ പ്രതീക്ഷ. നമുക്ക് നിരവധി പേർ യൂട്യൂബിലും കമന്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യ ഇന്ന് ജയിക്കുമെന്ന് അജിത് കുമാർ കമന്റ് ചെയ്യുന്നു. ജയിക്കട്ടെ. ഒപ്പം വിപിൻ വെള്ളിയത്ത് കമന്റ് ചെയ്യുന്നു. ഫൈനലിൽ ഫോം ഔട്ട് കോഹ്ലിക്ക് പകരം ജയ്സ്വാളും കഴിഞ്ഞ കളിയിലെ ഗോൾഡൻ ഡക്കായ ദുബൈക്ക് പകരം സഞ്ജുവിനെയും ഉൾപ്പെടുത്തിയാൽ ടീം സെറ്റാകും. ടീമിൽ മാറ്റം വരുത്താൻ രോഹിത്തിന് ധൈര്യമുണ്ടാകട്ടെ. ഈ ലോകകപ്പ് ഇന്ത്യക്ക് തന്നെ എന്ന് പറയുന്നു. ഇന്ന് ദുബൈക്ക് പകരം സഞ്ജുവിന് അവസരം കൊടുക്കണം എന്ന് പറയുന്ന നിരവധി പ്രേക്ഷകരുണ്ട്. എന്തായാലും നമുക്കും വലിയ പ്രതീക്ഷയാണുള്ളത്. ഇന്ത്യ കപ്പടിക്കട്ടെ. മറ്റു വാർത്തകളിലേക്ക്